നീറ്റ് 2024 ഉന്നത വിജയം കരസ്ഥമാക്കിയ അനന്യ അമലിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. നമുക്ക് ആളുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. താങ്ക് യു. ഞാൻ അനന്യ അമൽ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. നീറ്റ് 2024 എനിക്ക് സ്കോർ 697 ആയിരുന്നു വന്നത്. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 1715 ആയിരുന്നു. ഈ ഒരു സ്കോർ മോനെ എക്സ്പെക്ട് ചെയ്തിരുന്നോ? എന്താണ് റിസൾട്ട് വന്നപ്പോൾ തോന്നിയത്? സ്കോർ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഇത്രയും നാളത്തെ പെർഫോമൻസ് വെച്ച് അത്രയും പ്രതീക്ഷിച്ചില്ല. പരീക്ഷ എളുപ്പമായിരുന്നു എനിക്ക്, എന്നാലും എന്താ പറയുക, ഇത്രയും സ്കോർ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കിട്ടിയത് സന്തോഷമുണ്ട്. സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? 10ാം ക്ലാസ് വരെ ഞാനിവിടെ കലയ്ക്കുള്ള ഐശ്വര്യ പബ്ലിക് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ +1 +2 പഠനം എൻ്റെ ചാത്തന്നൂരിലെ വിമയ സെൻട്രൽ സ്കൂളിലായിരുന്നു. ബ്രില്യൻ്റ് ടീം എങ്ങനെയാണ് ഈ ഒരു സ്കോർ മോന് ലഭിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കൂ. എന്താ പറയുക, ഞാൻ ഡി ബ്ലോക്കിലായിരുന്നു പഠിച്ചിരുന്നത്. എൻ്റെ ഹോസ്റ്റൽ മാരിഗോൾഡായിരുന്നു. അപ്പം ഏറ്റവും അടുത്ത് തന്നെയാണ് എനിക്ക് ഹോസ്റ്റൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റേതായ തന്നെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. പഠിക്കാനാണെങ്കിലും ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിലും ടീച്ചേഴ്സൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുമായിരുന്നു. ക്യാമ്പസിൽ ചെന്നാൽ തന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടീവാണ്. ഫ്രണ്ട്സ് നല്ലതായിരുന്നു. കുറേ പ്രൊഫസേഴ്സിനെ ഡൗട്ട് ക്ലിയർ ഉള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റൽ അടുത്തായതുകൊണ്ട് തന്നെ റെഫറൻസിനൊക്കെ പോകാൻ എളുപ്പമായിരുന്നു. പിന്നെ പരീക്ഷയൊക്കെ അടുക്കാറായപ്പോഴത്തേക്ക് നൈറ്റ് റെഫറൻസിൻ്റെയും സൗകര്യം ഒരുക്കി തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൊണ്ടും ഉള്ള ഒരു എന്താ പറയുക, കമ്പൈൻഡ് എഫക്ട്സ് കാരണം തന്നെയാണ് എനിക്ക് ഇത്രയും സ്കോർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ലൈബ്രറിയിലാണെങ്കിലും ഒരുപാട് ബുക്സ് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ എന്താ പറയുക, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസും പുതിയ ഐഡിയാസും നോളജും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് എൻട്രൻസിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു ടൈം ടേബിൾ അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്തിരുന്നോ? ഞാൻ എന്താ പറയുക, ഒരുപാട് അങ്ങോട്ട് ടൈം ടേബിളായിട്ട് എന്താ പറയുക പോകുന്ന ഒരാളല്ല. എനിക്കതിൽ ഇച്ചിരി എന്താ പറയുക, അത് ഫോളോ ചെയ്യുന്നതിനോട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റാവുന്ന സമയമെല്ലാം ഞാൻ പഠിക്കുകയാണെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെ പഠിക്കുമായിരുന്നു. എപ്പോഴും ഒന്നും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ പോലും എന്താ പറയുക, ഇനിയിപ്പോൾ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ആ സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും റീഡ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതല്ലാതെ പിന്നെ എന്താ പറയുക, രാവിലെ എണീറ്റ് പഠിക്കുന്ന ഒരു രീതിയല്ല എനിക്കുള്ളത്. ഞാൻ മിക്കവാറും അവധി ദിവസങ്ങളൊക്കെ വരികയാണെങ്കിൽ ലേറ്റ് നൈറ്റ് സ്റ്റഡി ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നതും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ രീതിക്ക് എന്താ പറയുക, എൻ്റെ പഠിത്തം മെച്ചപ്പെടുത്തിയെടുത്തു എന്നല്ലാതെ ഞാനങ്ങനെ ഒരുപാട് പേരെ ഫോളോ ചെയ്യാനും ഒരുപാട് ടൈം ടേബിൾ നോക്കാനൊന്നും നിൽക്കാറില്ല. ഏതായിരുന്നു ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ്? മിക്കവാറും മെഡിസിന് പോകുന്ന പിള്ളേരെ പോലെ എനിക്കും ബയോളജി ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ബ്രില്യൻ്റിൽ വന്നതിന് ശേഷം ഞാൻ ഫിസിക്സും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഐഡിയാസ് ഓൾറെഡി അറിയാമെങ്കിലും പ്രോബ്ലംസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് ക്ലിയർ ആയി കിട്ടിയതോടെ ആ സബ്ജക്റ്റിനോടും കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. മിക്ക കുട്ടികൾക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഫിസിക്സ്. പ്രോബ്ലംസ് ചെയ്യാൻ നല്ല മടിയാണ് എല്ലാവർക്കും. എന്താ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെയ്തല്ലേ പറ്റൂ, കാരണം മാർക്ക് വേണ്ടേ. അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ ഫോഴ്സ് ചെയ്യുമായിരുന്നു. പഠിക്കുന്നു പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഐഡിയാസ് ഉണ്ടെങ്കിലും അത് നമ്മൾ അപ്ലൈ ചെയ്യാതിരുന്നാൽ പിന്നെ അതിന് ഗുണം കാണില്ലല്ലോ. അതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ടാണെങ്കിലും ഇരുന്ന് പഠിച്ചു. എങ്ങനെ നമ്മുടെ ഈ മോഡൽ എക്സാംസ് നമ്മളൊരു ഷെഡ്യൂളൊക്കെ തന്ന് വളരെ നന്നായി തന്നെ എക്സാംസുകൾ എഴുതിയില്ലേ? അപ്പം അത് എങ്ങനെ ഹെൽപ്പ് ചെയ്തു നമ്മുടെ ഈ ഒരു സ്കോറിലേക്ക് എത്താനായിട്ടാ? ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ബ്ലെൻഡിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും എക്സാംസ് എഴുതുന്നതാണ്. കാരണം അത്രയും നാളും ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ആ എക്സാംസ് ഒന്ന് നേരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ തന്നെ കുറേ ഗുണം കിട്ടാറുണ്ട്. ഞാനിപ്പോൾ മോഡൽ എക്സാമിൻ്റെ സമയത്ത് എക്സ്ട്രാ ബുക്സ് ഒന്നും നോക്കാൻ നിൽക്കാറില്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ പരീക്ഷയ്ക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും നോക്കുക. അതുപോലെ തന്നെ ഈ പരീക്ഷ എഴുതുമ്പോൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലോ നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം നോക്കി പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ഒരു എന്താ പറയുക, ആ ഒരു സ്കോറിലേക്ക് എത്താനായിട്ട്. എനിക്കിപ്പം മോഡൽ എക്സാംസിന് 700 കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ എളുപ്പമുള്ള എക്സാംസ് ഒക്കെ വരുമ്പോഴായിരുന്നു. അങ്ങനെ ഒരുപാട് മാർക്സ് എനിക്ക് അങ്ങനെ വരാറില്ല. ഒരു 650 അബോവ് കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു എല്ലാ എക്സാമിനും. അല്ലാണ്ട് അങ്ങനെ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പരീക്ഷ നടത്തുമ്പോൾ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ആ ഒരു ഇത്രയും പരീക്ഷ എഴുതിയതിനനുസരിച്ച് ഞാൻ എന്താ പറയുക, അത് കീപ്പപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു 1.5 മണിക്കൂറിൽ പരീക്ഷ എഴുതുന്ന രീതിയിലായി വന്നു. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ രീതി ഞാൻ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അത് ഒരു കണക്കിന് എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു.
MBBS എന്നൊരു മോഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം എപ്പോഴാണ് അങ്ങനെ ഉള്ളിൽ തോന്നിയത്? ചെറുപ്പം തൊട്ടേ ഡോക്ടറാണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മയെ കണ്ടാണല്ലോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അമ്മ ഒരു ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ അത് കാണുമ്പം എനിക്കൊരു ഡോക്ടറാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടൻ പഠിച്ച് നീറ്റ് എഴുതി, ചേട്ടൻ ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുക. അപ്പോൾ ചേട്ടനെയും കൂടെ കണ്ടപ്പം മോട്ടിവേഷൻ കൂടിയതേ ഉള്ളൂ. പിന്നെ ഒരു സ്ഥിരീകരിച്ച് നീറ്റ് തന്നെ വേണം എന്നുള്ളൊരു തീരുമാനം വന്നത് ശരിക്കും +2 കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്കും വൈകി പോയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് നേടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് MBBS തന്നെ ഞാൻ ചൂസ് ചെയ്തു. റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്താണ് പേരൻസിന് തോന്നിയത്? റിസൾട്ട് അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ എക്സ്പെക്ട് ചെയ്ത മാർക്സ് തന്നെ അവൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയായിരുന്നു. അതിനായിട്ടുള്ള ശ്രമം അവൾ മൊത്തം എടുത്തായിരുന്നു. അത് അവൾ ഫുൾഫിൽ ചെയ്യുകയും ചെയ്തു. വളരെയധികം സന്തോഷമായിരുന്നു. മോള് വിചാരിച്ച സ്കോർ ഞങ്ങളും അതിലേക്ക് എത്തും, അവൾ എത്തുമെന്ന് ഉറപ്പ് തന്നെയായിരുന്നു. മോള് പറഞ്ഞ പോലെ തന്നെ മോഡൽ എക്സാംസിനൊക്കെ ഇങ്ങനെ 650 എബോ അവള് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഒരു 690 എബോ കുറച്ച് 1-2 പ്രാവശ്യം വന്നിരുന്നു തോന്നുന്നു. പക്ഷെ ആൾക്ക് അതിന് പറ്റും. ഈ പറഞ്ഞ മാതിരി ഒരു ഹാർഡ് വർക്കിംഗ് അല്ല ആള്, പക്ഷെ പഠിക്കുന്ന സമയം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കും. കുറച്ച് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞു, മോള് നീറ്റ് ആകുമ്പോൾ കുറച്ച് ഹാർഡ് വർക്കിംഗ് വേണം. അവളെ ടീച്ചേഴ്സ് അത് പറയാറുണ്ടല്ലോ. അപ്പം അവള് ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൾക്ക് പറ്റുന്ന സമയം അവള് പഠിക്കും. പക്ഷെ അവളെ കൊണ്ട് പറ്റുന്ന സ്കോറുമായിരുന്നു. ആള് ബോർഡ് എക്സാമിനായാലും അങ്ങനെ തന്നെയായിരുന്നു. കോൺസെൻട്രേറ്റ് ചെയ്ത് അത് എത്തണം തീരുമാനിച്ച അവള് വാങ്ങും. പഠനകാര്യത്തിൽ എങ്ങനെയാണ് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹം അന്ന് മുതലേ പറയുന്നുണ്ടായിരുന്നു ആള്? കുഞ്ഞായിരുന്നപ്പം ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടമായിരുന്നു, മെഡിക്കൽ പ്രൊഫഷൻ ഇഷ്ടമായിരുന്നു. പിന്നെ +1 +2 ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും വരുന്ന മാതിരി തീരുമാനം അതാണോ അങ്ങനെ ഒരു ചാഞ്ചേറ്റം ഉണ്ടായി. പിന്നെ +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ആള് ഉറപ്പിച്ചു നീറ്റ് മതി. അപ്പം പിന്നെ കോച്ചിങ് ഒന്നുമില്ല, കാരണം ആള് തീരുമാനം പറയാ നമ്മളെങ്ങനെ. അപ്പം ഫസ്റ്റ് ടൈം എഴുതി അന്ന് 517 ആയിരുന്നു സ്കോറ്. അപ്പം നേരത്തെ മകൻ ബ്രില്യൻറ്റിലായിരുന്നു, മോനിപ്പം അങ്ങനെ അത് കാരണം ഞങ്ങളും പിന്നെ ചിന്തിക്കേണ്ടി വന്നില്ല, ബ്രില്യൻറ്റിലാക്കി. മകൻ ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം മകളും അതേ തന്നെ ബ്രില്യൻ്റിൽ തന്നെ പഠിച്ചു ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ബ്രില്യൻ്റ്, എത്രത്തോളം നിങ്ങളെ അത് സാധിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതെന്നൊക്കെ ഒന്ന് പറയാമോ? മോൻ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം എക്സാം എഴുതിയപ്പം 511 മാർക്സ് ആയിരുന്നു. അപ്പം അവന് എംബിഷൻ ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നു. അപ്പം നീറ്റിൽ സീറ്റ് കിട്ടാനായിട്ട് നമ്മൾ അവരെ വെരിഫൈ ചെയ്തപ്പോഴത്തേക്ക് ബ്രില്യൻ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെൻറ്റർ എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ അവനെ ഓൺലൈൻ ബാച്ചിലോട്ട് ബ്രില്യൻ്റിലോട്ട് ആക്കി. കോവിഡ് സമയമായതുകൊണ്ട് ഓൺലൈനായിരുന്നു മോസ്റ്റ്ലി പ്രിഫേർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഓൺലൈനിലോട്ടാക്കി. ഓൺലൈനിൽ ഇവൻ നന്നായി ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എക്സാംസ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ലാസ്റ്റ് 1 മന്ത് ആയപ്പോഴത്തേക്ക് മോഡൽ എക്സാം സമയത്ത് ബ്രില്യൻ്റ് എന്ന് വിളിച്ച് പറഞ്ഞു, മോനെ കുറച്ച് ബ്രില്യൻ്റിലോട്ട് കൊണ്ടാക്കണം, 1 മന്തിലേക്ക് എക്സാംസ് ഓഫ്ലൈൻ എക്സാംസ് എഴുതി അവൻ്റെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ കൂടുമെന്ന്. അങ്ങനെ നമ്മൾ 1 മന്തിലേക്ക് കൊണ്ടുപോയി അവിടെ ആക്കി. അവിടെ ആക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കിട്ടിയത്. അവിടെ പോയപ്പോഴത്തേക്ക് അവന് റെഫറൻസിന് ടീച്ചേഴ്സ് ഉണ്ട്, ലെക്ചേഴ്സ് ഉണ്ട്, അപ്പം ബുക്സ് ഉണ്ട്. ഇതെല്ലാം അവിടെ റെഫർ ചെയ്ത് അവൻ്റെ മറ്റേ മാർക്സ് സ്കോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയിലോട്ട് കയറി വന്നു. കുറേ ഗൈഡൻസ് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ കിട്ടി അവൻ മാർക്സ് സ്കോർ ചെയ്തു. അവന് താല്പര്യപ്പെട്ട കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് നെക്സ്റ്റ് മോളെ സമയം വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അപ്പം പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിനോട്ട് പോയില്ല, നേരെ മോളെ ഓഫ്ലൈനിലോട്ട് അവിടെ കൊണ്ടാക്കി. ബിക്കോസ് ബ്രില്യൻ്റിലാവുമ്പോഴത്തേക്ക് എക്സാംസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, ക്ലാസ്സസ് ഇത് ചെയ്യാം, നല്ല ലെക്ചേഴ്സ് ഉണ്ട്, റെഫറൻസിന് കുറേ ടീച്ചേഴ്സ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ഡൗട്ടും എപ്പോഴും ക്ലിയർ ചെയ്യാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ബ്രില്യൻ്റ് കുറേ അധികം നമ്മൾ സഹായിച്ചു ഇവരെ ഈ മാർക്സ് കിട്ടാനായിട്ട്. അതുപോലെ ക്ലാസ് ടീച്ചർ രഘുനാഥ് സാറിൻ്റെ ഹെൽപ്പ് ഒരുപാടുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് സാറിനെ വിളിച്ച ടെൻഷനേ ഇല്ല, റിലാക്സ്ഡ് ആയിട്ട് സാറ് ഇപ്പം മോളായാലും ഒരിക്കലും ആ ഒരു സ്ട്രെസ് വരുന്നില്ല എന്നല്ല. കാരണം നീറ്റ് പ്രിപ്പറേഷനാണ്, കുട്ടികൾ എല്ലാവരും ആ ഒരു ലെവലിലാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെ സ്ട്രെസ് എടുക്കുമ്പോൾ പോലും അവരെ മാക്സിമം റിലാക്സ്ഡ് ആക്കിച്ച് ക്ലാസ് ടീച്ചർ കൊണ്ടുപോകായിരുന്നു. ഹോസ്റ്റൽ വാർഡനായാലും നിത്യ ബിജിത് മാഡം അപ്പം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മോളുടെ കാര്യത്തിൽ. ഞങ്ങൾ എന്താവശ്യം വന്നാലും മാഡത്തെ വിളിക്കാറുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സൺഡേയും പോകുമ്പോഴും മാഡത്തിന് മെസ്സേജ് ഇട്ടിട്ടാൽ പോകുന്നത്, ഞങ്ങൾ ഇന്ന സമയത്ത് വരും.
കാരണം ഒരു ദിവസം എത്തുന്നെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ലേറ്റ് ആയി ഞങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പം പിന്നെ അങ്ങനെ വരാതിരിക്കും ഞങ്ങൾ ഇറങ്ങി ഇന്ന സമയത്ത് എത്തും. മാഡത്തിന് എപ്പോഴും മെസ്സേജ് മാഡം എപ്പം മോളെ അറിയിക്കും. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ഹോസ്റ്റൽ വാർഡൻ. പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് ഓരോ എക്സാംസും വിടാതെ എഴുതുക. എന്ത് റീസൺ പറഞ്ഞാലും എക്സാം വിടരുത്. ബ്രില്യൻ്റ് ഏറ്റവും മെച്ചം അതാണ്. കാരണം പിന്നെ കുട്ടികൾ നീറ്റ് എഴുതുമ്പോൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ അവർ കാണുന്നില്ല, എല്ലാം അവർക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഞങ്ങളുടെ മോളെ സംബന്ധിച്ചാണെങ്കിൽ അവളങ്ങനെ ഹാർഡ് വർക്കിംഗ് അല്ല. ഈ എക്സാംസ് തന്നെയാണ് ഹാർഡ് വർക്കിംഗ് അല്ല എന്നല്ല ആണ്, പക്ഷെ ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് എല്ലാ ഇഷ്ടങ്ങളും മാറ്റി വെച്ച് അങ്ങനെയല്ല, എല്ലാത്തിനൊപ്പം പഠിത്തം അങ്ങനെ. പക്ഷെ എക്സാംസ് അവൾ വിട്ടിട്ടില്ല. തെറ്റുന്ന കാര്യങ്ങൾ ഒരു മിസ്റ്റേക്ക് ബുക്ക് കീപ്പ് ചെയ്ത് പോകായിരുന്നു. അതായിരുന്നു ഏറ്റവും മെച്ചം. അത് മതിയായിരുന്നു. മോള് നേരത്തെ പറഞ്ഞത് ഞാൻ ഒരുപാട് റെഫർ ചെയ്യേണ്ട എക്സ്ട്രാ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ടെക്സ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക, ബ്രില്യൻ്റ് എല്ലാ എക്സാംസും എഴുതുക, മെച്ചപ്പെട്ട സ്കോർ ഉറപ്പ് തന്നെയാണ്. 2 കുട്ടികളോടെ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്കത് കൃത്യമായിട്ട് പറയാം. മോൻ ബ്രില്യൻ്റ് തന്നെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തിയും ബ്രില്യൻ്റ് ചൂസ് ചെയ്യാൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? എന്താണ് ബ്രില്യൻ്റ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം എന്തായിരുന്നു? പറഞ്ഞ പോലെ തന്നെ ഞാനും ബ്രില്യൻ്റിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. പിന്നെ ഓൺലൈൻ ബാച്ച് കൂടാതെ അവിടെ നിന്ന് പഠിച്ചാൽ കുറച്ചും കൂടി നല്ലൊരു സ്കോർ എത്താമെന്ന് അവർ മുൻകൂട്ടി കണ്ടിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്. പക്ഷെ അതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് പഠിച്ചതിനായിട്ടും കൂടുതലും എനിക്ക് ബ്രില്യൻ്റിൽ ഹോസ്റ്റലിൽ പോയി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാനും അവർ കൂടെ ഇരുന്ന് പഠിക്കാനും, അതുപോലെ തന്നെ അവിടെ ഓഫ്ലൈനായിട്ട് പോയി എഴുതുമ്പോഴത്തേക്ക് എല്ലാവരും എങ്ങനെ പെർഫോം ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, നമ്മൾ എത്രത്തോളം പഠിക്കേണ്ടി വരുമെന്ന് എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അനിയത്തിനെ ആക്കാൻ നേരത്തും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ ഓഫ്ലൈൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല സ്കോർ തന്നെ ലഭിക്കും. എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഓൺലൈൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന ടൈമും കൂടി ഞാൻ ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് മെച്ചപ്പെടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയത്തിനെ അവിടെ ആക്കിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അവിടെ ആക്കുന്ന ഒരു നല്ല ഡിസിഷൻ തന്നെയാണെന്ന്. അനന്യയുടെ വിശേഷങ്ങളാണ് നമ്മൾ ചോദിച്ചറിഞ്ഞത്. ഭാവിയിൽ ഏറ്റവും മികച്ച നല്ല 2 ഡോക്ടേഴ്സ് ബ്രില്യൻ്റ് സമ്മാനിച്ചു തന്നെ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന 2 ഡോക്ടേഴ്സാണ് ഭാവിയിൽ നമ്മുടെ ഇരിക്കുന്നത്. ബ്രില്യൻ്റ് എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് നേരെയാണ്. ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.